Binoy Vishwam, a senior Communist Party leader and the president of the KTDC Employees Federation. He entered politics from his school days through AISF and later became the state president and All India secretary of AISF. He served as the Minister of Forest in the government of Kerala and also as the Kerala Agricultural University Senate member and Director Board member of KTDC. ക്രിസോസ്റ്റം തിരുമേനി അസാധാരണമായ നന്മയുള്ള മനുഷ്യനാണ്. അടുക്കുംതോറും വീണ്ടും വീണ്ടും അടുക്കാൻ തോന്നിപ്പിക്കുന്ന മനുഷ്യൻ. മനുഷ്യൻ്റെ മൗലികമായ നന്മകളെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നുവെന്ന് നമ്മളെല്ലാം പരിതപിക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോകില്ല എന്ന് വിശ്വസിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ശക്തിയുള്ള മനുഷ്യനാണ് ക്രിസോസ്റ്റം തിരുമേനി. അദ്ദേഹത്തിന് 100 വയസ്സാകാറായി. ശരിക്കും പറഞ്ഞാൽ വാർദ്ധക്യത്തിൻ്റെ ക്ഷീണം, അവശത, രോഗപീഠ അതെല്ലാം ഏറ്റുവാങ്ങി ഒരാൾ ജീവിതത്തോടെ തന്നെ വിരക്തിയോടുകൂടി മാറി നിൽക്കേണ്ട ഒരു പ്രായമായി എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ ക്രിസോസ്റ്റം തിരുമേനി വർഷങ്ങൾ ചെല്ലുന്തോറും ജീവിതത്തെ കൂടുതലായി ഇഷ്ടപ്പെടുന്ന, ജീവിതത്തെ പ്രണയിക്കുന്ന ആളെന്ന് വേണമെങ്കിൽ പറയാം. അത്ര അഗാധമായി വീണ്ടും ജീവിക്കാൻ, നല്ലവണ്ണം ജീവിക്കാൻ, സജീവമായി ജീവിക്കാൻ, ജീവിതത്തിൻ്റെ എല്ലാ സങ്കീർണതകളും എല്ലാ വൈവിധ്യങ്ങളും എല്ലാ നന്മകളും എല്ലാ സൗന്ദര്യങ്ങളും അതെല്ലാം മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ ഭാഗമായി ജീവിക്കാൻ ഉത്കടമായ ദാഹം പുലർത്തുന്ന അസാമാന്യമായ മാനവികതയുള്ള ഒരു വലിയ മനുഷ്യനായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. എനിക്ക് തിരുമേനി എപ്പോൾ കണ്ടാലും സന്തോഷമാണ്. എന്നുവെച്ചാൽ എത്ര കണ്ടാലും ഞാൻ വീണ്ടും വീണ്ടും കാണാൻ ഇഷ്ടപ്പെടുന്നൊരു വലിയ മുഖവും ഒരു നിറഞ്ഞ മനസ്സുമാണ് തിരുമേനിയുടേത്. ഞാൻ സാറിനെ കാണാതെ തന്നെ സാറിൽ സന്തോഷിക്കുന്ന തിരുമേനി എല്ലാവരും അപ്പച്ചാന്നല്ല വിളിക്കുന്നത്. എനിക്കും ആ വിളിയുടെ അർത്ഥത്തിൽ വിളിക്കാൻ ഇഷ്ടമാണ്, അപ്പച്ചാന്ന്. തിരുമേനിക്ക് എന്നെ അറിയാം. ഞാൻ വിശ്വാസം കൊണ്ട് മതവിശ്വാസിയല്ല, ദൈവവിശ്വാസിയല്ല. പക്ഷേ ഒരു കമ്മ്യൂണിസ്റ്റായ എനിക്ക് ദൈവവിശ്വാസിയായ, ദൈവത്തിൻ്റെ വഴിക്ക് സഞ്ചരിക്കുന്ന ഒരു വലിയ മഹാപുരോഹിതനായ അപ്പച്ചനെന്ന് വിളിക്കപ്പെടുന്ന ക്രിസോസ്റ്റം തിരുമേനിയോട് വലിയ ആദരവും വലിയ സ്നേഹവും എൻ്റെ ജീവിതത്തിൽ വലിയ സമ്പാദ്യമായിട്ട് ഞാൻ കാണുകയാണ്. തിരുമേനി ഇടപെട്ട പല വിഷയങ്ങളും, പറഞ്ഞ പല കാര്യങ്ങളും, ഗൗരവമുള്ള സംഭാഷണങ്ങളിൽ പറഞ്ഞ ചില ലോകത്തെയും മാനവരാശിയെയും ബാധിക്കുന്ന ചില സങ്കടങ്ങളെപ്പറ്റിയുള്ള നിലപാടുകൾ അതെല്ലാം എൻ്റെ മനസ്സിലുണ്ട്. അതിൻ്റെ കൂടെ തിരുമേനിക്കുള്ള നർമ്മമുണ്ട്. തിരുമേനിയുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമാണത്. ഇറ്റ്സ് പാർട്ട് ഓഫ് യുവർ പേഴ്സണാലിറ്റി. ഒരു നൈസർഗികമായിട്ട് ഒഴുകുന്ന നർമ്മബോധം. ജീവിതത്തിൻ്റെ ഏത് സങ്കടങ്ങളുടെ മുമ്പിലും തിരുമേനിക്ക് മനസ്സുകൊണ്ടും മുഖം കൊണ്ടും ചിരിക്കാൻ പറ്റും. ചുറ്റും നിൽക്കുന്നവരിലേക്ക് ആ ചിരിയും സന്തോഷവും പ്രസരിപ്പിക്കാൻ പറ്റും. അതെൻ്റെ മനസ്സിലുണ്ട്. പിന്നെ കഷ്ടപ്പെടുന്ന പാവങ്ങളെ പറ്റിയുള്ള പരിഗണന, ആ സ്നേഹം ഞാൻ മറക്കാത്ത രംഗമുണ്ട്. നമ്മളീ ലക്ഷം വീടുകൾ പുതുക്കിപ്പണിയാൻ വേണ്ടി ഒരു പദ്ധതി ഉണ്ടാക്കി. ഞാൻ ഓർമ്മയുണ്ടല്ലോ, ഞാൻ വനംവകുപ്പിൻ്റെ മാത്രം മന്ത്രിയായിരുന്നില്ല, ഭവനവകുപ്പിൻ്റെയും മന്ത്രിയായിരുന്നു. അപ്പോൾ ഭവനവകുപ്പിൻ്റെ മന്ത്രിയായിട്ട് ഈ താറുമാറായി കിടക്കുന്ന, ചോർന്നൊലിക്കുന്ന, ഇടിഞ്ഞു വീഴാറായ
ലക്ഷം വീടൊക്കെ പുതുക്കി പണിയാൻ വേണ്ടിയുള്ള സംഗതി ഉണ്ടാക്കിയപ്പോൾ നിശ്ചിതമായൊരു ഭാഗം സർക്കാർ എടുക്കും, ബാക്കി ഭാഗം നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. ജനങ്ങളുടെ പങ്ക്, പഞ്ചായത്തിൻ്റെ പങ്ക് ആ വഴിക്ക്. അപ്പോൾ അത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഞാൻ ആദ്യമായിട്ട് വന്ന് കണ്ട ഒരാൾ തിരുമേനിയാണ്. ഇതെങ്ങനെ തിരുമേനി വിജയിപ്പിക്കാൻ പറ്റും? ഈ ലക്ഷം വീടുകളിലെ പാവങ്ങൾ നമുക്ക് സഹായിക്കാൻ ഒരു മാർഗം ഉണ്ടാക്കാൻ സഹായിക്കണമെന്ന് പറയാൻ വേണ്ടി ഞാൻ ആദ്യമായിട്ട് കണ്ട ഒരാൾ തിരുമേനിയാണ്. തിരുമേനിയോട് പറഞ്ഞു അതിൻ്റെ കൂടെ ഞാൻ ഉണ്ടാകുമെന്ന് പറഞ്ഞു. അതൊരു വലിയ ഉത്തേജനമാണ് ആ പ്രഖ്യാപനം തന്നെ. പക്ഷേ തിരുമേനി നിർത്തിയില്ല. തിരുമേനി പറഞ്ഞു എൻ്റെ ചുറ്റുമുള്ള ഈ പഞ്ചായത്തുകളിൽ കോഴഞ്ചേരി, കോഴിപ്പത്തശ്ശേരി, അങ്ങനെ ചുറ്റുമുള്ള 3 പഞ്ചായത്തുകളിൽ തിരുമേനി പറഞ്ഞു ഞാൻ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞു വിജയിപ്പിക്കാൻ വേണ്ടി. തിരുമേനി പറയുക മാത്രമല്ല, നമ്മൾ ആ പഞ്ചായത്തുകളിലൊക്കെ വിളിച്ചു കൂട്ടിയ ജനകീയ യോഗങ്ങളിലൊക്കെ തിരുമേനി പങ്കെടുത്തു. അന്ന് ഇതിനേക്കാളും ആരോഗ്യം കുറവായിരുന്നു. ഇപ്പം ആരോഗ്യം മെച്ചപ്പെട്ടു കേട്ടോ. അന്ന് ഇതിനേക്കാളും ക്ഷീണനായിരുന്നു. ആ യോഗങ്ങളിലൊക്കെ തിരുമേനി പങ്കെടുത്തു. ഇത് വിജയിക്കേണ്ട കാര്യമാണ്, ഇത് വിജയിപ്പിക്കണം എന്ന് പറഞ്ഞ് തിരുമേനി പങ്കെടുത്തു. ഞാൻ മറക്കാത്തത് കോഴഞ്ചേരി പഞ്ചായത്തിലെ യോഗം പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലായിരുന്നു. അത് 3ാം നിലയിലാണ്. 1ാം നിലയും കഴിഞ്ഞ് 2ാം നിലയും കഴിഞ്ഞ് നില 3. അപ്പോൾ ഞാൻ പറഞ്ഞു തിരുമേനി കയറണ്ട, തിരുമേനി വന്ന കാര്യം ഞാനിവിടെ പറഞ്ഞോളാം, തിരുമേനി വരണ്ടെന്ന് ഞാൻ പറഞ്ഞു. തിരുമേനി പറഞ്ഞു ഞാൻ വരും ഇതുപോലത്തെ കാര്യത്തിന് വേണ്ടിയാകുമ്പോൾ ഞാൻ എല്ലാ പടിയും കയറി അവിടെ വരുമെന്ന് പറഞ്ഞ് തിരുമേനി വന്നത് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഞാനതൊരു എത്രയോ സ്ഥലത്ത് ഞാൻ പറഞ്ഞു. ആ പദ്ധതിയുടെ ഭാഗമായിട്ട് കൂടിയ എല്ലായിടത്തും ഞാൻ പറഞ്ഞു ഈ പദ്ധതി വിജയിക്കും. എന്തുകൊണ്ടെന്നാൽ ഇതുപോലൊരു വലിയ മനുഷ്യൻ ഈ മനോഭാവത്തോടു കൂടി ഇത് വിജയിപ്പിക്കാൻ വേണ്ടി നമ്മുടെ കൂടെയുണ്ട്, പുറകിലുണ്ട്. അതുകൊണ്ട് ഇത് വിജയിക്കും എന്ന് ഞാൻ പറഞ്ഞതും ഇപ്പം ഓർമ്മയിലേക്കുണ്ട്. പിന്നെ എത്രയെത്ര ഓർമ്മകൾ. ഞാൻ തിരുമേനിയുടെ വീട്ടിലേക്ക് വരുന്നതും തിരുമേനി എന്നെ കാത്തിരിക്കുന്നതും ചോറ് തരുന്നതും ചായ തരുന്നതും അതൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. ഒരു രാത്രി ഞാൻ വരാൻ വൈകി, എവിടെയൊക്കെ പോയിട്ട് ഞാൻ വിളിച്ചു പറഞ്ഞു തിരുമേനി കാത്തിരിക്കരുത്, ആഹാരം കഴിച്ചോളെന്ന് പറഞ്ഞു. എവിയോട് ഞാൻ പറഞ്ഞു. പക്ഷെ ഞാൻ വന്നപ്പോഴത്തേക്ക് ലേറ്റായെങ്കിലും തിരുമേനി കഴിക്കാതെ കാത്തിരുന്നു. അങ്ങനെ കാത്തിരുന്ന വേറൊരാൾ എൻ്റെ അമ്മയാണ്. എൻ്റെ അമ്മ ഇതുവരെ കാത്തിരിക്കും ഞാൻ താമസിച്ചെത്തിയാലും. ഞാൻ അമ്മയെ ഓർത്തുപോയി അന്ന് കാത്തിരുന്നപ്പോൾ. അപ്പം എനിക്കിതെല്ലാമാണ് ക്രിസോസ്റ്റം തിരുമേനി എന്ന് പറഞ്ഞാൽ എനിക്കിതെല്ലാമാണ്. അതുകൊണ്ട് എനിക്ക് എത്ര നേരം വേണമെങ്കിലും അടുത്തിരിക്കാനും സംസാരിക്കാനും കേൾക്കാനും പറയാനും അത്രയ്ക്കിഷ്ടമാണ്. സാറിന് എനിക്ക് വളരെ സ്നേഹവും ബഹുമാനവും. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ മന്ത്രിയായി കഴിയുമ്പോൾ പലർക്കും മനുഷ്യത്വത്തിൻ്റെ ഒരു ഭാഗമാണ് പോകും. മന്ത്രിയായപ്പോൾ മനുഷ്യനായിട്ടും മനുഷ്യത്വം സ്വീകരിക്കുകയല്ല, മനുഷ്യത്വത്തിൽ നിലനിൽക്കുകയും മനുഷ്യനു വേണ്ടി ജീവിക്കുകയും ചെയ്ത എനിക്ക് പരിചയമുള്ള ചുരുക്കം ചില മന്ത്രിമാരിൽ ഒരാളാണ് സാർ. അതുകൊണ്ട് സാറിനെ കാണുന്നതൊക്കെ എനിക്ക് എൻ്റെ മനുഷ്യത്വം നഷ്ടപ്പെടാതിരിക്കാൻ സഹായിക്കും. കാണുന്നു. പിന്നെ സാറ് മന്ത്രിയായിരുന്നപ്പോൾ ഈ സാറിൻ്റെ മേൽ അയോഗ്യമായ ഒരാരോപണവും ഉണ്ടായിട്ടില്ല. അത് വലിയ സംഗതിയാണ്. കാരണം ഈ ഓപ്പോസിഷൻ എന്ന് പറയുന്നത് യോഗ്യമോ അയോഗ്യമോ നോക്കേണ്ട, അധികാരത്തിലിരിക്കുന്ന ആളിനെ മോശമാക്കുന്നതിനായി ഈ ഓപ്പോസിഷൻ അല്ലാതെ ഗവൺമെൻറ് നടത്തുന്നതിന് സഹായിക്കില്ല. അങ്ങനെയുള്ളവരുടെ മധ്യത്തിൽ സാറ് ഒരു ചേർമുകളില്ലാതെ ആ ഇട്ട ഷർട്ടിൻ്റെ ആ മേന്മ നിലനിർത്തിക്കൊണ്ട് ഇറങ്ങിപ്പോയി. അതെനിക്ക് വലിയ അഭിമാനം. ഒരുപാട് പേരുമായിട്ടുള്ള സമ്പർക്ക ബന്ധങ്ങൾ, സൗഹൃദങ്ങൾ എല്ലാം ഉള്ളതിൽ ഏറ്റവും വിലപ്പെട്ട ഒന്നായി കാണുന്ന ചില ബന്ധങ്ങളുണ്ട്. ആ ബന്ധങ്ങളിൽ വളരെ പ്രിയങ്കരമായി ഹൃദയത്തോടൊന്നും ചേർത്ത് വയ്ക്കാൻ ഇഷ്ടപ്പെടുന്നൊരു ബന്ധമാണ് ക്രിസോസ്റ്റം തിരുമേനിയുമായിട്ട് എനിക്കുള്ളത്. ആ ബന്ധത്തിൻ്റെ പേരിൽ ഞാൻ അഭിമാനിക്കുന്നു സ്വയം. അദ്ദേഹത്തിൻ്റെ
സ്നേഹം ലഭിച്ച ഒരാൾ എന്ന നിലയിൽ, വാത്സല്യം നിറയെ ലഭിച്ച ഒരാൾ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ കൂടെ രാവും പകലുമായി അനവധി നേരം സമയം ചിലവഴിക്കാൻ കഴിഞ്ഞ ഒരാൾ ആകാനുള്ള അവസരം കിട്ടിയതിൻ്റെ പേരിൽ എല്ലാം ഞാൻ സ്വയം അഭിമാനിക്കുകയാണ്. അതൊരു അസാധാരണമായൊരു ബന്ധമാണ്. അദ്ദേഹത്തിൻ്റെ ജീവിത വീക്ഷണം, അദ്ദേഹത്തിൻ്റെ മതവിശ്വാസത്തിൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള സമീപനങ്ങൾ, മതവും ജീവിതവും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി, മതവും വ്യത്യസ്തങ്ങളായ ആശയങ്ങളുമായുള്ള ബന്ധത്തിൻ്റെയും വൈരുദ്ധ്യങ്ങളുടെയും കാര്യങ്ങളെ പറ്റിയുള്ള കാഴ്ചപ്പാടുകൾ, ഇതെല്ലാം സംസാരിക്കുമ്പോഴും നമുക്കൊരു മഹാപണ്ഡിതൻ പാണ്ഡിത്യമുള്ള കാര്യങ്ങൾ ലളിതമായി പറയുന്നതിൻ്റെ ആ സുഖം നുകരാൻ കഴിയും. എനിക്ക് രണ്ട് കാര്യം പറയാനുണ്ട്. ഞാൻ ആദ്യം മുതലേ പറയുന്ന കാര്യമാണ്, തിരുമേനി എന്നെ സാറെന്ന് വിളിക്കരുത്. സാറെന്ന് തിരുമേനി വിളിക്കുമ്പോഴത്തേക്ക് ഞാൻ അങ്ങോട്ട് ഞെരുങ്ങുവാണ് ആ വിളി കേട്ടിട്ട്. എന്നെ ബിനോയ് എന്ന് വിളിക്കണം, അങ്ങനെ വിളിക്കാവുള്ളൂ. ഞാനൊരു ചെറിയ ജീവി. അത് ഞാൻ ഉത്തരം പറഞ്ഞു. അല്ല, ഉത്തരം കാര്യമല്ല. ഞാൻ പറയാം, നമ്മളെ പഠിപ്പിക്കുന്നയാളിനെ എടോ എന്ന് വിളിക്കാൻ നോക്കുമോ? പഠിപ്പിക്കുന്നയാളിനെ സാറിന് പറയും. സാർ എന്നെ ഒന്നും പഠിപ്പിക്കത്തക്കോണം പഠിക്കാൻ വന്ന ആളാണ്. അതാ ഞാൻ പറഞ്ഞത്. സാർ എന്നെ പല കാര്യങ്ങൾ പഠിപ്പിച്ചു. ഞാൻ അതിൽ ഒന്ന് രണ്ട് പറഞ്ഞു. അപ്പോൾ അത് പഠിപ്പിച്ച ആളിനെ ഞാൻ സാറെന്ന് വിളിക്കാതെ പിന്നെന്താ വിളിക്കണം? ഇനി ഞാൻ അപേക്ഷിക്കും, നിവൃത്തി ഉണ്ടെങ്കിൽ എന്നെ ബിനോയ് എന്ന് വിളിക്കണം. ആദ്യം പറഞ്ഞ വ്യവസ്ഥയെ ഞാൻ സ്വീകരിച്ചിരിക്കും. നിവൃത്തി ഉണ്ടെങ്കിൽ ബിനോയ് എന്ന് വിളിക്കണം എന്ന് ഞാൻ പറഞ്ഞു. നിവൃത്തി ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ വിളിക്കുന്നത്. അത് സാറിന് ഇപ്പോഴത്തെ നിലയിൽ നിന്നും ബിനോയിയുടെ ലെവലിലേക്ക് താഴുമ്പോൾ ഞാൻ അങ്ങനെ വിളിക്കാം. ഞാനത് പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് വേറൊരു കാര്യം ചോദിക്കാനുണ്ട്. നമ്മുടെ ഈ സംഭാഷണത്തിൻ്റെ ഗതി ഒന്ന് മാറും. അപ്പോൾ എനിക്കിഷ്ടം ഇങ്ങനെ പറയാനാ, ക്രിസോസ്റ്റം തിരുമേനി എന്ന് പറഞ്ഞ അപ്പച്ചനും ബിനോയ് എന്ന് ഞാനും കൂടെ ഇരുന്ന് ഇങ്ങനെ വർത്താനം പറയുക, വാച്ച് നോക്കാതെ, ചുറ്റുപാടും ആരെയും കാണാതെ ഇങ്ങനെ സംസാരിക്കുക. അത് മാരാമണിലാണെങ്കിൽ ഏറ്റവും ഇഷ്ടം ആ പമ്പയാറിൻ്റെ തീരത്ത് നമ്മുടെ വീടിൻ്റെ പോർട്ടിക്കോയിലോ അല്ലെങ്കിൽ ആ മട്ടുപ്പാവിലോ ഇരുന്നിട്ട് ഇങ്ങനെ പുഴയിലേക്ക് നോക്കി വർത്താനം എനിക്ക് ഏറ്റവും ഇഷ്ടം. അത് പക്ഷേ നമ്മൾ വെറുതെയാണ് ആ മോഹം എന്നറിയാം, വല്ലപ്പോഴേ പറ്റുള്ളൂ. എൻ്റെ മനസ്സിൽ എപ്പോഴത്തേയും ചോദ്യമാണത്. തിരുമേനി ദൈവത്തിൻ്റെ പാത പിൻപറ്റുന്ന ആളാണ്. ഞാൻ ബഹുമാനിക്കുന്നു അതിനെ. കാരണം തിരുമേനി ആത്മാർത്ഥമായിട്ടാണ് ആ പാത പിൻപറ്റുന്നത്. ദൈവമാണ് എല്ലാത്തിൻ്റെയും പരിഹാരമെന്നും ദൈവമാണ് എല്ലാവരുടെയും വഴികാട്ടിയെന്നും തിരുമേനി വിശ്വസിക്കുന്നു. എന്നെ അലട്ടുന്ന വിഷയം, ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരും പറയുന്നു പ്രത്യയശാസ്ത്രം, അതിൻ്റെ മഹിമ, അതിലൂടെയുള്ള മോചനം. നമ്മൾ രണ്ടുപേരും പറഞ്ഞത് അത് തന്നെയാണ്. മോചനമാണ്, മനുഷ്യൻ്റെ മോചനം, മർദ്ദിതൻ്റെ മോചനം, അവൻ്റെ ജീവിതത്തിൻ്റെ സൗഭാഗ്യങ്ങൾ, സന്തുഷ്ടി, ഇതാണ് നമ്മൾ രണ്ടുപേരും പറയുന്നത്. നമ്മുടെ വഴി വേറെ പറയുകയാണെങ്കിലും. പക്ഷെ ഇന്നത്തെ ഈ ലോകത്ത് ഒരു പുത്തൻ ദൈവം വന്നിരിക്കുവാണ്. തിരുമേനി പറയുന്ന ദൈവവും അല്ലെങ്കിൽ എല്ലാ മതങ്ങളും പറയുന്നത് എല്ലാ ദൈവങ്ങളും, മതങ്ങളെല്ലാം വാശി പിടിച്ച് പറയുന്നുണ്ട് ആ ദൈവമാണ് ഏറ്റവും വലിയവെന്ന്, സർവശക്തൻ, എല്ലാത്തിൻ്റെയും അധിപൻ. പക്ഷെ ഇപ്പം ചുറ്റുപാടും കാണുന്ന കാഴ്ച എന്താ? ആ ദൈവം അസ്തപ്രജ്ഞനായി മാറി. ആ സ്ഥാനത്തേക്ക് ഒരു പുത്തൻ ദൈവത്തിൻ്റെ വരവായി. ആ ദൈവത്തിൻ്റെ പേരാണ് പണമെന്ന്. പണമെന്ന ഈ പുതിയ ദൈവം മതങ്ങളെയെല്ലാം നിസ്സാരമായി തള്ളിക്കളയുകയാണ്. ആ ദൈവത്തിൻ്റെ പ്രതാപം കൂടുന്തോറും, ഈ പുത്തൻ ദൈവത്തിൻ്റെ പ്രതാപം കൂടുന്തോറും എല്ലാ മതങ്ങളിൽ നിന്നും ദൈവം പതുക്കെ പതുക്കെ കുടിയിറക്കപ്പെടുകയാണ്. ദൈവം കുടിയിറക്കപ്പെട്ട മതം അത് വെറും പുറന്തോട് മാത്രമാണ്. അതിൽ ധർമ്മനിഷ്ഠയില്ല, മനുഷ്യ ബന്ധങ്ങളെ പറ്റിയുള്ള സമീപനങ്ങളില്ല, ഒന്നുമില്ല. പണത്തിൻ്റെ മൂല്യബോധങ്ങളാണ് അപ്പോൾ മതത്തെയും നിർവചിക്കാൻ പോകുന്നത്. ഇതൊരു വലിയ വിപത്താണ്. ഇത് മതത്തെ മാത്രമല്ല, ഇത് ആശയങ്ങളെ, പ്രത്യയശാസ്ത്രങ്ങളെ, എല്ലാ സാമൂഹിക സ്ഥാപനങ്ങളെയും ചിന്താ പദ്ധതികളെയും ഈ പണം എന്ന പുതിയ ദൈവമെന്ന് ആക്രമിക്കുകയാണ്. ഇതിനു മുമ്പിൽ നമ്മളൊക്കെ നിൽക്കുകയാണ്. നമ്മൾ കാണാതിരിക്കാൻ പാടില്ല. ഞാൻ ഫ്രാൻസിസ് മാർപ്പാപ്പയെ വായിക്കുമ്പോഴെല്ലാം എനിക്ക് പ്രതീക്ഷ ഉണ്ടാകുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ
പാതയെ പിൻപറ്റുന്ന ഏറ്റവും വലിയ പ്രസ്ഥാനമാണ് കത്തോലിക്ക സഭ. ആ സഭയുടെ പരമാധ്യക്ഷൻ പറയുകയാണ് ഏകദേശം ഈ കാര്യങ്ങളൊക്കെ തന്നെ. ഈ വാക്കുകളായിരിക്കില്ല, ഈ ആശയങ്ങൾ പറയുന്നു. എൻ്റെ ചോദ്യം ഇതാണ്, ഈ ചുറ്റുപാടിലെങ്കിലും നമ്മൾ ആരാണ് പ്രപഞ്ചം ഉണ്ടാക്കിയത്, ആരാണ് ജീവനുണ്ടാക്കിയത്, ആ തർക്കമാണല്ലോ ഭൗതികവാദത്തിൻ്റെയും ആത്മീയവാദത്തിൻ്റെയും വഴികളെ രണ്ടാക്കി വിട്ടത്. ആ തർക്കമെല്ലാം ഇരിക്കുമ്പോൾ തന്നെ വിശ്വാസികൾക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും തമ്മിൽ, അല്ലെങ്കിൽ പരിവർത്തനം ആഗ്രഹിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകന്മാർക്കും വിപ്ലവത്തിൻ്റെ മാർഗം സ്വീകരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർക്കും ഇടതുപക്ഷക്കാർക്കും അത്തരം രാഷ്ട്രീയ പ്രവർത്തകന്മാർക്കും അങ്ങയെപ്പോലെയുള്ള മതത്തിൻ്റെ വഴിയെ പിൻപറ്റുന്ന കൂറുള്ള വിശ്വാസികൾക്കും തമ്മിൽ ഒരു പരസ്പര സമ്പർക്കം, ബന്ധം, കൂട്ടായ പ്രസ്ഥാനം, ആലോചന ലോകത്തിന് വേണ്ടിയും മനുഷ്യൻ്റെ ഭാവിക്ക് വേണ്ടിയും സാധ്യമാകില്ലേ? ഇതാണ് എൻ്റെ ചോദ്യം. അത് സാധ്യമാകണമെന്നുള്ളതാണ് എൻ്റെ ദൈവവിശ്വാസത്തിൻ്റെ ഒരു ഭാഗം. ദൈവം സ്വർഗം വെടിഞ്ഞു ഞങ്ങളുടെ എനിക്ക് സ്വർഗമല്ല നഷ്ടപ്പെട്ടു പോകുന്നവന്, അതായത് സ്വർഗമില്ലാത്തവന് സ്വർഗം എല്ലാവർക്കും വേണം. ഞാൻ ആഗ്രഹിക്കുന്ന സമാധാനവും സന്തോഷവും എല്ലാവർക്കും ലഭിക്കുന്നതാണ് ക്രിസ്തുമതം. ഇന്ന് സാർ പറയുന്നത് ശരിയാണ്. ഇന്ന് മതം മറ്റവനെ നശിപ്പിച്ച് ഞാൻ ഉയരുന്നതിനുള്ള വഴികളാണ് നോക്കുന്നത്. ഞാൻ സുരക്ഷിതമായിരിക്കണം, മറ്റവൻ്റെ രക്ഷയിൽ താല്പര്യമൊന്നും വേണമെന്ന് നിർബന്ധമില്ല. താല്പര്യപ്പെട്ടാൽ എതിരില്ല. എന്നാൽ അത് മാറിയിട്ട് അവൻ്റെ രക്ഷയ്ക്ക് വേണ്ടി എൻ്റെ രക്ഷ വരെ വിടാനുള്ള മനസ്സ് ഉണ്ടാകും. ഇതാണ് ഞാൻ പറഞ്ഞ കൊടിയേരി സാറിനോട് ഞാൻ പറഞ്ഞത്. നമുക്ക് ഇത് കഴിയുമ്പോൾ ഒരുമിച്ച് വിശ്വാസങ്ങളൊക്കെ അതുപോലെ നോക്കിക്കും. രാജ്യത്തെ ദൈവത്തിൻ്റെ സാദൃശ്യമായ മനുഷ്യൻ, ദൈവം ആഗ്രഹിക്കുന്ന സമാധാനവും ജീവിതത്തിൻ്റെ ആഴവും എല്ലാവർക്കും ലഭിക്കുന്നതിന് നമ്മൾ ഒരുമിച്ചൊരു പ്രവർത്തനം. അപ്പോൾ സാറിൻ്റെ സാറാവും, ഞാൻ സാറിൻ്റെ സാറാവും. അതായത് ലേൺ ഫ്രം ഈച്ച് അതർ ആൻഡ് വർക്ക് ടുഗദർ ഫോർ ദ റിയലൈസേഷൻ ഓഫ് ദ ഗ്രേറ്റ് വിഷൻ വി ഷെയർ ഇൻ കോമൺ. എനിക്ക് അവസരം കിട്ടുമ്പോഴെല്ലാം പോകാൻ കൊതിക്കുന്നൊരു വീടാണ് തിരുമേനിയുടെ മാരാമണ്ണിലെ ആ വീട്. അവിടെ ഒരു ചെറുതല്ല, ഒരു മുറി എനിക്ക് വേണമെങ്കിൽ പറയാം, എൻ്റെ മുറി എന്ന് പറയാം. അതുപോലെ അവിടെ സ്വതന്ത്രപൂർവ്വം കിടന്നു ചെല്ലാൻ, അവിടെ താമസിക്കാൻ, അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്ന് ആഹാരം കഴിക്കാൻ, ഇഷ്ടമുള്ള എന്തിനെപ്പറ്റിയും വർത്തമാനം പറയാൻ, ഒരു ലോഭവും കൂടാതെ തമാശകൾ കേൾക്കാൻ. എനിക്ക് തമാശ പറയാൻ അറിയാൻ പാടില്ല, പക്ഷേ തമാശ കേൾക്കാൻ അദ്ദേഹത്തോട് എന്നെപ്പോലൊരാൾ ഈ പ്രായ വ്യത്യാസമെല്ലാം കൊണ്ട് ഒരുപക്ഷെ പറഞ്ഞുകൂടാത്ത തമാശകൾ പോലും പറയാനുള്ള അടുപ്പം അദ്ദേഹം എനിക്കായിട്ട് അനുവദിച്ചത് അദ്ദേഹത്തിൻ്റെ വലിപ്പമാണ്. എനിക്ക് വാസ്തവത്തിൽ എത്ര പറഞ്ഞാലും മതിയാകില്ല. അഭിമാനകരമായൊരു ബന്ധം ജീവിതത്തിൽ നേടിയ എല്ലാ തരത്തിലുള്ള അനുഭവങ്ങളെക്കാളും വ്യത്യസ്തമായൊരു സുഖം ഉണ്ടാക്കുന്ന നേട്ടമെന്നായിരിക്കും ഞാൻ ക്രിസോസ്റ്റം തിരുമേനിയുമായുള്ള എൻ്റെ ബന്ധത്തെ എപ്പോഴും വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരു പ്രവർത്തന പദ്ധതിയിൽ പുഴകളുടെ സ്ഥാനം, കാടിൻ്റെ സ്ഥാനം, മരങ്ങളുടെ സ്ഥാനം, മണ്ണിൻ്റെ സ്ഥാനം, കൃഷിയുടെ സ്ഥാനം, പ്രകൃതിയുടെ സ്ഥാനം, അതുകൂടെ പറയേണ്ടത് നമ്മൾ. അതെ, ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം പത്തനംതിട്ട ബിഷപ്പ് 3-4 ഏക്കർ വാങ്ങിച്ച കൃഷിയാണ്. അദ്ദേഹത്തെ പറ്റി ഒരാളെന്നോട് പറഞ്ഞു, ഈ സാധാരണ ബിഷപ്പന്മാരുടെ കാറിൻ്റെ ഡിക്കി തുറന്നാൽ കുപ്പായം, കുരിശ്, മറ്റേതൊക്കെ ഇതൊക്കെയാണ്. ഇദ്ദേഹത്തിൻ്റെ തുറന്നാൽ കൂന്താലി, കൂമ്പ, ഇതൊക്കെയാണ്. അദ്ദേഹം ദൈവത്തെ കാണുന്നത് മരം വളരുമ്പോഴാണ്.
ഞാൻ ദൈവത്തെ കാണുന്നത് ആരുമില്ലാത്ത പള്ളിയിൽ. അദ്ദേഹം മനുഷ്യൻ്റെ ഇതാണ് ദൈവത്തെ കാണുന്നത്. എനിക്ക് ഓർമ്മയുണ്ട്, നമ്മൾ പണ്ട് മാരാമൻ കൺവെൻഷനിൽ 2 വർഷങ്ങളിൽ ഓരോ ലക്ഷം വീതം തൈകൾ കൊടുത്തു അവിടെ വന്ന എല്ലാവർക്കും പ്രകാരം. അതിൻ്റെ തുടക്കം കുറിച്ചുകൊണ്ട് അന്ന് തിരുമേനി പറഞ്ഞു, ഈ തൈകളെല്ലാം വളർന്നു വരണം, ഈശ്വര പ്രാർത്ഥന പോലെ ഈ തൈകളെ എല്ലാത്തിനെയും പരിപാലിക്കണമെന്ന് തിരുമേനി പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്. അത് ഉചിതമായ വാക്കാണ്. അതെ, അങ്ങനെ നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ ഈ ദൈവം ഇവിടെ വന്ന് ഈ മനുഷ്യൻ സ്വർഗത്തിൽ പോകുന്ന എങ്ങനെയാണെന്നല്ല, ലോകത്തിൽ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് പറ്റും. ഈ സ്വാമി ഇപ്പം ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ സ്വാമി ജീവിക്കാൻ ജീവിക്കാൻ അറിയാവുന്നവർ വളരെ ചുരുക്കമാണ്. ഞാൻ പറയും, ദ ഗ്രേറ്റസ്റ്റ് ആർട്ട് ഈസ് ദി ആർട്ട് ഓഫ് ലിവിങ് ടുഗദർ. ഇന്ന് മുൻപേ അപ്പൻ അമ്മ എന്നൊക്കെ പറഞ്ഞാൽ പറയുന്നത് തന്നെ വലിയൊരു സംഗതി. അപ്പനും അമ്മയ്ക്കും മക്കളെന്ന് പറഞ്ഞാൽ അവരുടെ ജീവൻ അതിനേക്കാളും വലുതാണ്. ഇപ്പോൾ അപ്പനെ ആർക്ക് വേണം? അപ്പനെ കൊല്ലാൻ വേണം. ഞാൻ പറഞ്ഞില്ലേ പത്തനംതിട്ടക്കാരി. അതായത് ഈ കൊച്ചൻ എനിക്ക് പണം കിട്ടുമെന്ന് കണ്ടാൽ അപ്പനെ അതുകൊണ്ട് അതിനൊരു വ്യത്യാസം വന്ന് മനുഷ്യത്വമുള്ളവനായിത്തീരണം. അതിന് സാറിൻ്റെ പാർട്ടിയും എൻ്റെ മതവും മറ്റെല്ലാ ശക്തികളും ഒരുമിച്ച് പ്രവർത്തിക്കുക. ദൈവം, ഈശ്വരൻ അല്ലെങ്കിൽ ആ ശക്തി ഏത്, അത് നമ്മൾ അതിനെ ഉപയോഗിച്ച് ഒരു ലോകം, എൻ്റെ അഭിപ്രായം സ്വർഗം എന്ന് പറയുന്നത് ഭൂമിയിലാണ്. അപ്പം പിന്നെ അവിടെ വരെ പോകേണ്ട കാര്യം. വ്യത്യസ്തത നല്ലതാണ്, മനസ്സിലായോ? അതായത് സാറ് സസ്യം മാത്രം കഴിക്കുന്ന ആളായി, ഭാര്യ ഇറച്ചി കഴിക്കുക, മീൻ കഴിക്കുക, ഇറച്ചി കഴിക്കുക, മൂത്ത മകൻ എല്ലാം കഴിക്കും. എന്നാൽ നിങ്ങൾ തമ്മിൽ ഈ ഭക്ഷണം ഒരുമിച്ചിരുന്ന് കഴിക്കുന്നതാണ്. വ്യത്യസ്തമായ ഭക്ഷണങ്ങൾ ഒരുമിച്ചിരുന്ന് കഴിക്കുകയാണ്. അതാണ് നമുക്ക് ആവശ്യം. അങ്ങനെ ഈ മതങ്ങൾ നിങ്ങളത് വിശ്വസിച്ചു. എന്നാൽ മതം മനുഷ്യന് വേണ്ടിയോ ദൈവത്തിനു വേണ്ടി? ഇന്ന് അധികം അത് ദൈവത്തിന് വേണ്ടിയും ഒക്കെ ഇരിക്കാം. മനുഷ്യൻ മതത്തെ ഉപയോഗിക്കുകയല്ലാതെ മനുഷ്യനെ മതം ഉപയോഗിക്കുന്നില്ല. അതായത് മനുഷ്യനിൽ വളരുവാൻ മതം ആവശ്യമാണ്. അതിനുള്ള ശക്തി ഏതാണ്? അതാണ് മതം. അതിൻ്റെ പേര് ചിലർ കമ്മ്യൂണിസം എന്ന് പറയും, ചിലർ ക്രിസ്ത്യാനിറ്റി എന്ന് പറയും, ചിലർ ഹിന്ദുയിസം എന്ന് പറയും, ചിലർ ശൂന്യത എന്ന് പറയും. എല്ലാം എന്തിന്? മനുഷ്യത്വം മനുഷ്യനിൽ വളരും. ഇപ്പോഴത്തെ ആവശ്യം ഈ വിശ്വാസങ്ങളിലെ വേർതിരിവിൻ്റെ എന്തെങ്കിലും രേഖകൾ തേടിപ്പോയി വേര് കണ്ടെത്താൻ വേണ്ടിയുള്ള അന്വേഷണങ്ങളും അതിൻ്റെ പേരിലുള്ള അകച്ചകളുമല്ല. ആ വ്യത്യാസങ്ങളെല്ലാം ഉണ്ട്. അതുള്ളപ്പോൾ തന്നെ കേന്ദ്ര സ്ഥാനത്തേക്ക് നമുക്ക് മനുഷ്യനെ കൊണ്ടുവരണം, മനുഷ്യനെയും പ്രകൃതിയെയും കൊണ്ടുവരണം. മനുഷ്യനെയും പ്രകൃതിയെയും രക്ഷിക്കാൻ വേണ്ടി ഒരു പ്രസ്ഥാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം. അതിന് ഓർമ്മയുണ്ട്, പണ്ട് നമ്മുടെ ഒരു ആശയം പറഞ്ഞു, ഒരു പഞ്ചായത്തിൽ തിരുമേനിയുടെ കണ്ണെത്താവുന്ന അല്ലെങ്കിൽ എത്തിപ്പെടാവുന്ന ഒരു പഞ്ചായത്തിൽ അങ്ങയുടെ മുൻകൈയിൽ ഒരു പ്രസ്ഥാനം, അവിടെ എല്ലാവർക്കും വീട്, എല്ലാവർക്കും വിദ്യാഭ്യാസം, എല്ലാവർക്കും കുടിവെള്ളം, എല്ലാ വീടുകളിലും കക്കൂസ്, അങ്ങനെ മിനിമം ഒരു വീടിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാം അടിസ്ഥാന ആവശ്യങ്ങളില്ലാത്ത ഒരു കുടുംബം പോലും ആ പഞ്ചായത്തിൽ ഉണ്ടാകാൻ പാടില്ലെന്ന് തിരുമേനി പറഞ്ഞു. അപ്പോൾ നമ്മുടെ സാറില്ലേ, പ്രൊഫസർ
നമ്മുടെ CSIയിലെ മാത്യു കോച്ച് സാറും ഞാനും കൂടെ ഒരിക്കൽ വീട്ടിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഒരു തയ്യാറാക്കാൻ പറഞ്ഞു, ക്വസ്റ്റ്യനെയർ. അത് തയ്യാറാക്കി സാർ അതിൻ്റെ ഒരു സർവേ ഒക്കെ നടത്തി. ആ സർവേ റിപ്പോർട്ടൊക്കെ ഇപ്പോഴുണ്ട്. തിരുമേനിയുടെ ഈ സംരംഭത്തിൻ്റെ തുടക്കം കുറിച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ അത് വീണ്ടും ഒന്ന് ശ്രമിച്ചു നോക്കാം. അത് സാറിനറിയാം, മാത്യു കോച്ച് സാറിൻ്റെ ഉണ്ടാകും, അതിൻ്റെ സർവേ റിപ്പോർട്ടൊക്കെ ഉണ്ടാകും. നമുക്ക് അതിൻ്റെ അടിസ്ഥാനത്തിൽ ലോകം മുഴുവനും ഒറ്റയടിക്കല്ലെങ്കിൽ പോലും ഒരു പഞ്ചായത്തിൽ തിരുമേനി ഈ കാണുന്ന ആശയങ്ങൾ പ്രാവർത്തികമാക്കാൻ പറ്റിയാൽ അടുത്ത പഞ്ചായത്തിൽ, അപ്പുറത്തെ പഞ്ചായത്തിൽ, അങ്ങനെ നമുക്ക് പതുക്കെ നോക്കാം. എൻ്റെ മനസ്സിലേക്ക് എപ്പോഴും വരുന്നൊരു കാര്യം അദ്ദേഹം തന്നെ പറഞ്ഞ പല സംഭവങ്ങളുമാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ സംഭവങ്ങൾ, അദ്ദേഹത്തിൻ്റെ ബാല്യം, അമ്മയുടെ പ്രത്യേകതകൾ, അമ്മ അദ്ദേഹത്തിൽ സന്നിവേശിപ്പിച്ച മൂല്യബോധം, സഹോദരങ്ങൾ, അച്ഛൻ, അതെല്ലാം എൻ്റെ മനസ്സിലേക്ക് ഇപ്പോൾ കടന്നു വരികയാണ്. ജീവിതത്തിനെ മനസ്സിലാക്കാനുള്ള യാത്രയിൽ അദ്ദേഹം തമിഴ്നാട്ടിലെ ഒരു തീവണ്ടി ഓഫീസിൽ എത്തിപ്പെട്ടതും, ജോലി തേടിപ്പോയ ഒരാൾ അവിടുത്തെ ഒരു പോർട്ടറെ കണ്ട് പോർട്ടറുടെ ജോലി സ്വീകരിച്ചതും, കുറേ മാസങ്ങൾ അങ്ങനെ പോർട്ടർ പണി ചെയ്ത് ജീവിച്ചതും, ആ ജീവിതകാലാവസ്ഥയിൽ തന്നെ അതിൽ നിന്നും ഒരുപാട് മനുഷ്യാവസ്ഥകളെപ്പറ്റി പഠിച്ചതും, എന്തെല്ലാം കാര്യങ്ങൾ. ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ 2 കണ്ണുകൾ കൊണ്ട്, വലിയ മനസ്സുകൾ കൊണ്ട്, വലിയ മനസ്സുകൊണ്ട്, ഒരു വലിയ മനസ്സും 2 കണ്ണും, ഒരു മനുഷ്യബോധത്തിൻ്റെ, മാനവികതയുടെ മൂല്യ സ്പർശവുമുണ്ടെങ്കിൽ ഒരാൾക്ക് ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെ, ചുറ്റുപാടുകളെ എങ്ങനെ കാണാൻ സാധിക്കുമെന്ന് അദ്ദേഹത്തിൻ്റെ ആ ജീവിതകഥ കേട്ടപ്പോഴെല്ലാം എനിക്ക് തോന്നിയിട്ടുണ്ട്. അതെല്ലാമാണ് എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നത്. എനിക്ക് ഒരുപാട് പറയാനുണ്ട്. ഞാൻ ആ പ്രേരണയെ സ്വയം നിയന്ത്രിക്കുകയാണ്. എപ്പോഴും ഈ സെൻസ് ഓഫ് ഹ്യൂമറോട് കൂടി സന്തോഷവാനായിട്ട് ഇരിക്കുന്നതാണോ ആരോഗ്യത്തിൻ്റെ രഹസ്യം എന്ന് ചോദിക്കണമെന്ന് പലപ്പോഴും ആഗ്രഹിച്ചിട്ടുള്ള കാര്യം. എൻ്റെ ഒരു ധാരണ, ഈ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ പാട്ടറിയാൻ മേലാത്തവരെല്ലാം പുറകിലാകും. എപ്പോഴും പാട്ടുകൾ നാടോടികളുള്ളത്.